നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആതിഥേയരായ ആലപ്പുഴയ്ക്ക് കടുത്ത വെല്ലുവിളിയുമായി കോട്ടയത്തെ ബോട്ട് ക്ലബ്ബുകൾ. ആവേശം ഒട്ടും ചോരാതെ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ തയ്യാറെടുക്കുകയാണ് കോട്ടയത്ത് നാട്ടകം ബോട്ട് ക്ലബ്ബ്. ചെറുതന ചുണ്ടനിൽ ഇത്തവണ മത്സരത്തിനിറങ്ങുന്ന നാട്ടകം ബോട്ട് ക്ലബ്ബിന്റെ പരിശീലന ക്യാമ്പിൽ നിന്നുള്ള വിശേഷങ്ങൾ കണ്ടുവരാം. ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവം നാട്ടകം ബോട്ട് ക്ലബിന് ചില പ്രത്യേകതകൾ ഉള്ളതാണ്. ക്ലബ്ബ് ഇറങ്ങുന്നത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. ചെറുതന ചുണ്ടനിൽ തുഴയെറിയുമ്പോൾ ക്ലബിന് ഒന്നൊന്നര പോരാട്ട വീര്യം. തകൃതിയായി പുരോഗമിച്ച് പരിശീലന ക്യാമ്പ്. ആദ്യം കായികാഭ്യാസം. ഇനി വള്ളത്തിലേക്ക്. കായികാഭ്യാസം കഴിഞ്ഞാൽ കൈ മെയ് മറന്ന് ഒന്നിച്ചൊന്നായി മത്സരാവേശം. പരിശീലന തുഴച്ചിൽ. ഇന്ത്യൻ കോച്ച് ബാബു ജോൺ, ലീഡിംഗ് ക്യാപ്റ്റൻ റോച്ച സി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. 10 വർഷത്തിന് ശേഷമാണ് നാട്ടകം ബോട്ട് ക്ലബ്ബൊക്കെ ഒരു പ്രൊഫഷണൽ ടീമിനെ വെച്ച് കളിക്കുന്നത്. ഞങ്ങൾ നോക്കുമ്പം അവർക്ക് ആ ഗ്യാപ്പിൻ്റെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. അവർ നല്ല രീതിയിൽ എല്ലാ അറേഞ്ച്മെൻറ്റുകളും ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് മാതിരി എല്ലാം ചെയ്തു തരുന്നുണ്ട്. സംഘടനാ ശക്തി, നാട്ടുകാരുടെ സപ്പോർട്ട്, ഇവരുടെ ഒരു കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ അസാധ്യ പരിശ്രമം, ഇതാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഭയങ്കരമായ സപ്പോർട്ടാണ് ഇവർ. എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. പ്രൊഫഷണലായിട്ടുള്ള 2 പരിശീലകരും അവരോടൊപ്പം അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളെ പ്രൊഫഷണൽസിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ആക്കിയെടുത്ത് ആണ് നമ്മൾ ഇത്തവണ മത്സരത്തിന് പോകുന്നത്. വിജയം ഉറപ്പിച്ച് ക്ലബ്ബ് ഭാരവാഹികളും. 10 വർഷത്തിന് ശേഷം നമ്മളൊരു ശരിക്കും പ്രൊഫഷണൽ ടീമിനെയാണ് നമ്മൾ ഇറക്കി കളിക്കുന്നത്. മുമ്പെല്ലാം നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്കി മെയിൻ ക്ലബ്ബുകളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ പ്രൊഫഷണൽ നല്ല തുഴച്ചിക്കാരെ, നല്ല യുവതലമുറകളെ, അതായത് 18നും 30നും വയസ്സിനിടയിലുള്ള യുവതലമുറകളെ നമ്മൾ ഇവിടെ സെലക്ഷൻ ചെയ്തെടുത്ത് നല്ല ടീം നല്ല സെറ്റായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പലവട്ടം കപ്പിനും ചുണ്ടിനുമിടയിൽ ട്രോഫി നഷ്ടമായെങ്കിലും ഇത്തവണ കപ്പ് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടകം ബോട്ട് ക്ലബ്ബ്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.